പലപ്പോഴും നമ്മുടെ ജീവിതം വളരെ ക്ഷണികമാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോഴാണ് നമ്മളൊന്നുമല്ല എന്നുള്ള ആ ഒരു ഹംബിൾ നേച്ചർ നമ്മൾക്ക് വരുന്നത്. ഇതിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതലായിട്ട് ദൈവത്തിൽ ആശ്രയിക്കാനും നമ്മൾക്ക് കഴിയുന്നതാണ്. നമ്മുടെ ജീവിതം ഇന്ന് അവസാനിക്കുകയാണെങ്കിൽ ഞാൻ എവിടെ പോകും, എൻ്റെ ശരീരവും എൻ്റെ ആത്മാവും വേർപെടുമ്പോൾ എൻ്റെ ആത്മാവ് എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ കഴിയണം. അത്യുന്നതൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അത്യുന്നതൻ ജഡം ധരിച്ചെത്തിയ മനുഷ്യനായി വന്ന നസറേയനായ യേശുവിൻ്റെ സത്യ ഏകദൈവത്തിൻ്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. മോശ എഴുതിയ സങ്കീർത്തനം. മോശ സങ്കീർത്തനം എഴുതിയിട്ടുണ്ട് എന്നുള്ളത് പലർക്കും അറിയാൻ മേലാത്ത കാര്യമാണ്. ഈ ഒരു സങ്കീർത്തനം വളരെ സുപരിചിതമായ സങ്കീർത്തനമാണ്. ഇതിനകത്തെ പല വേഴ്സസും വചനങ്ങളും എല്ലാവരും കേട്ടിട്ടുള്ള വചനങ്ങൾ തന്നെയാണ്. പക്ഷെ മോശയാണ് ഇത് എഴുതിയത് എന്നുള്ളത് പലർക്കും അറിയത്തില്ല. അതുകൊണ്ട് ആദ്യമായിട്ട് പറഞ്ഞു തരികയാണ്, 90-ാമത്തെ സങ്കീർത്തനം എഴുതിയത് മോശയാണ്. ദൈവപുരുഷനായ മോശ എഴുതിയ സങ്കീർത്തനം എന്ന് തന്നെയാണ് ഈ ഒരു സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ട്. ഏറ്റവും കൂടുതൽ നമ്മുടെ ചിന്തകളിൽ വരുന്നത് സങ്കീർത്തനങ്ങൾ എന്ന് കേൾക്കുമ്പോൾ ദാവീദ് എഴുതിയതാണ് സങ്കീർത്തനങ്ങൾ എന്നുള്ളതാണ്. എന്നാൽ ഈ 150 സങ്കീർത്തനങ്ങളിൽ ഏകദേശം 70-77ഓളം സങ്കീർത്തനങ്ങൾ മാത്രമാണ് ദാവീദ് എഴുതിയിട്ടുള്ളത്. ബാക്കിയുള്ള സങ്കീർത്തനങ്ങളിൽ ഭൂരിഭാഗവും ആസാഫ്, കോരഹ് പുത്രന്മാർ, ദാവീദിൻ്റെ മകനായ ശലോമോൻ, പിന്നെയും പല ആരാണ് എഴുതിയിട്ടുള്ളത് എന്ന് അറിയപ്പെടാത്ത അൺനോൺ ഓതേഴ്സും എഴുതിയിട്ടുള്ളതാണ് ബാക്കിയുള്ള സങ്കീർത്തനങ്ങൾ. അപ്പോൾ ഈ ഒരു സങ്കീർത്തനങ്ങളിൽ ഒറ്റ സങ്കീർത്തനം മാത്രമാണ് മോശ എഴുതിയിട്ടുള്ളത്. വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന, ചിന്ത അർഹിക്കുന്ന, വളരെയധികം വിവേകം ഉള്ള വാക്കുകൾ അടങ്ങുന്നത് തന്നെയാണ് ഈ ഒരു സങ്കീർത്തനം. അപ്പോൾ ഈ ഒരു സങ്കീർത്തനത്തിൽ മോശ ദൈവത്തിൻ്റെ ശാശ്വതമായ ആ ഒരു നേച്ചറിനെയും മനുഷ്യൻ്റെ ക്ഷണികമായ ജഡീകമായ ആ ഒരു നേച്ചറിനെയുമാണ് കാണിച്ചു തരുന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ മനസ്സ് മാറ്റാനുള്ള, മനസ്സൊരുക്കത്തിനുള്ള ഒരു ആഹ്വാനം തന്നെയാണ് ഒരു പ്രാർത്ഥനാ രൂപത്തിൽ മോശ ഈ ഒരു സങ്കീർത്തനത്തിൽ കൂടി നമ്മളോട് പറഞ്ഞു തരുന്നത്, നമ്മൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു സങ്കീർത്തനത്തിലേക്ക് കടക്കാം. ഈ സങ്കീർത്തനം തുടങ്ങുന്നത്, ദൈവമേ നീ തലമുറ തലമുറയായിട്ട് ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സൃഷ്ടിക്കുന്നതിന് മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമായിരിക്കുന്നു. തലമുറകളായിട്ട് നീ തന്നെയാണ് ഞങ്ങളുടെ സങ്കേതം, അല്ലെങ്കിൽ നീ തന്നെയാണ് ഞങ്ങളുടെ ഡ്വെല്ലിംഗ് പ്ലേസ് എന്നാണ് മോശ ദൈവത്തെ പറഞ്ഞ് വാഴ്ത്തുന്നത്. പല തലമുറകളും കടന്നുപോയി, മനുഷ്യർ മാറും, എല്ലാ കാര്യങ്ങളും മാറും, സിറ്റുവേഷൻസ് മാറും, കാലങ്ങൾ മാറും. പക്ഷേ ദൈവത്തിൻ്റെ ഇറ്റേണൽ നേച്ചറിനെ കാണിക്കുന്ന ഇതിനെക്കാട്ടിലും വലിയൊരു വാക്ക് മോശ എന്ത് വാക്കുകൾ കൊണ്ടാണ് ദൈവത്തെ വർണ്ണിക്കാൻ പറ്റുന്നത്? ഭൂമിയെയും ഭൂമണ്ഡലത്തെയും ഉണ്ടാക്കുന്നതിനൊക്കെ മുമ്പേ എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാതിരുന്ന സമയത്തും എന്തിനേയും സൃഷ്ടിക്കുന്നതിനൊക്കെ മുമ്പേയും തന്നെ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. ദൈവത്തിൻ്റെ ഈ ഒരു ഇറ്റേണൽ നേച്ചറിനെ കാണിച്ചു തരുന്നതിന് ശേഷം മോശ കാണിച്ചു തരുന്നത് നമ്മുടെ ഈ ഒരു ഹ്യൂമൻ റേസിൻ്റെ, മാൻകൈൻഡിൻ്റെ ഷോർട്ട് ലിവ്ഡ് നേച്ചറിനെയാണ്. എന്ന് പറഞ്ഞാൽ മോശ പറയുകയാണ്, നീ മനുഷ്യരെ പൊടിയിലേക്ക് ചേർക്കുമാറാക്കുന്നു, നീ മനുഷ്യരെ തിരികെ വിളിക്കുന്നു. 1000 സംവത്സരങ്ങൾ നിൻ്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ഒരു ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് എത്രമാത്രം ചെറുതാണ് ദൈവത്തിൻ്റെ ആ ഒരു ശാശ്വതമായ ആ ഒരു സ്വഭാവത്തെ വെച്ച് നോക്കുമ്പോൾ ഓരോ മനുഷ്യരുടെയും ജീവിതം, ഒരാളുടെ ആയുസ് എന്നതിനെയാണ് മോശ പറഞ്ഞു തരുന്നത്. വളരെ വ്യക്തമായിട്ട് മോശ എഴുതുകയാണ് പിന്നീട്, ഏറിയാൽ 70 അല്ലെങ്കിൽ 80 ഇത്രയും വർഷങ്ങളാണ് ഒരാളുടെ ഒരു ആവറേജ് ആയുസ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. എൻ്റെ കയ്യിലിരിക്കുന്ന മറ്റൊരു ബൈബിൾ, പെസീത്ത ബൈബിളിൻ്റെ ഈ ഒരു വാക്യം വളരെ നന്നായിട്ടാണ് ഈ ഒരു മനുഷ്യൻ്റെ ആ ഒരു ആയുസിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. അതൊന്ന് വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 90-ാമത്തെ സങ്കീർത്തനം 10-ാമത്തെ വാക്യം, ഞങ്ങളുടെ ആയുസിൻ്റെ ദിവസങ്ങൾ 70 സംവത്സരങ്ങളും പ്രയാസത്തോടെ 80 സംവത്സരങ്ങളുമാകുന്നു. അവയിൽ അധിക ഭാഗവും അധ്വാനങ്ങളും വേദനകളുമാകുന്നു. അപ്പോൾ 70 വയസ്സും അതിനുശേഷമുള്ളത് പ്രയാസത്തോടുകൂടി 80 വയസ്സും ആണ് എന്നുള്ളതാണ്. ഇന്ന് നമ്മൾക്കറിയാം 70 വയസ്സ് വരെ ഒന്നും ആകണ്ട, പ്രയാസങ്ങൾ, ശരീരത്തിലെ അസ്വാസ്ഥ്യങ്ങൾ, വേദനകളൊക്കെ ശരീരത്തിൽ കണ്ട് വരാൻ വേണ്ടി.
അപ്പോൾ എത്രമാത്രം ഷോർട്ട് ലിവ്ഡ് ആണ് മനുഷ്യൻ്റെ ആയുസ് എന്നതിനെയാണ് മോശ ഇവിടെ നമ്മൾക്ക് കാണിച്ചു തരുന്നത്. ഇതിനുശേഷം മോശ ദൈവത്തോട് ഒരു അപേക്ഷയാണ് നടത്തുന്നത്. ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ ദിവസങ്ങളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ടീച്ച് us to count our days so that we shall receive a wise heart. ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ ദിനങ്ങളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നമുക്കറിയാം നമ്മുടെ ഓരോരുത്തരുടെയും ഇനി എത്ര ദിവസമുണ്ട്, ഇനി എത്ര വർഷങ്ങളുണ്ട് നമ്മൾക്ക് ഈ ഒരു ഭൂമിയിൽ എന്നുള്ളത് ആർക്കും അറിയാൻ മേലാത്ത കാര്യമാണ്. ആർക്കും എണ്ണിത്തൊട്ടപ്പെടാൻ കണക്ക് എടുക്കാൻ ഒന്നും കഴിയാത്തതാണെങ്കിലും മോശ ഇവിടെ പറയുന്നത് ഞങ്ങളെ അത് പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞാൽ എത്ര ക്ഷണീകമാണ്, എത്ര ദിവസങ്ങൾ കൂടിയുണ്ട് എന്നുള്ളത് എനിക്ക് അറിയത്തില്ലല്ലോ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതുവരെ നമ്മൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ ജീവിച്ച് തീർത്തത് ദൈവത്തിന് വേണ്ടിയാണോ എന്നുള്ളത് ചിന്തിച്ച് നമ്മളെ മനസ്സിലാക്കി തരാനാണ് മോശ ഇവിടെ ശ്രമിക്കുന്നത്. നമ്മൾ ചിന്തിച്ച് ജാഗ്രതപ്പെടുക. നമ്മളെങ്ങനെയാണ് നമ്മുടെ ഓരോ ദിവസങ്ങളും കഴിച്ചു കൂട്ടുന്നത്, എന്ത് തരത്തിലുള്ള സമ്പാദ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ തത്രപ്പെട്ട് ബന്ധപ്പെട്ട് ഓടുന്നത്, അഴിഞ്ഞു പോകുന്ന സമ്പാദ്യങ്ങൾ ഉണ്ടാക്കാനാണോ നമ്മൾ ഓരോ ദിവസവും ഓടിക്കൊണ്ടിരിക്കുന്നത്? ചിന്തിക്കുക, ജാഗ്രതപ്പെടുക. ആത്മീയമായിട്ടുള്ള ഒരു ജാഗ്രത ആണ് ഇവിടെ മോശ ആഹ്വാനം ചെയ്യുന്നത്. നമ്മുടെ ജീവിതം എത്ര ക്ഷണീകമാണെന്ന് മനസ്സിലാകുമ്പോൾ ഒന്ന് നിർത്തിയിട്ട് ഞാൻ ഇത്ര നാൾ വരെ എന്തിനു വേണ്ടിയാണ് ഓടിയത്, ഇന്ന് എൻ്റെ ജീവനെ ദൈവം തിരിച്ചു വിളിക്കുകയാണെങ്കിൽ എൻ്റെ ആത്മാവ് എവിടെ പോകും എന്നുള്ളത് ചിന്തിച്ച് മനസ്സിലാക്കുക. അതിനുവേണ്ടി ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ, ദൈവമായിട്ടുള്ള ഒരു ജീവിതം ഓരോ ദിവസവും ജീവിച്ച് തീർക്കാൻ നമ്മളെ ഈ ഒരു ജ്ഞാനമുള്ള ഹൃദയം സഹായിക്കുന്നു. നമ്മുടെ ജീവിതം എത്ര ക്ഷണികമാണെന്ന് മനസ്സിലാക്കുമ്പോൾ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാം. നമ്മളൊന്നുമല്ല എന്നുള്ള കാര്യം നമുക്ക് ആ ഒരു വിസ്ഡം നമ്മൾക്ക് വന്നിട്ട് നമ്മൾ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാൻ തുടങ്ങും. ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാനും ദൈവത്തിൻ്റെ ആ ഒരു വചനങ്ങളുമായിട്ട് ജീവിക്കാനും ഒക്കെ തുടങ്ങുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ, നമ്മൾ ബന്ധപ്പെടാതെ തത്രപ്പെടാതെ തന്നെ അഴിയാത്ത അവകാശങ്ങൾ, അഴിയാത്ത സമ്പാദ്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു, ഡിപ്പോസിറ്റ് ചെയ്യുന്നു. ഇതിനൊന്നും ഒരുപാട് തത്രപ്പെടേണ്ട, ബന്ധപ്പെടേണ്ട എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ജ്ഞാനമുള്ളൊരു ഹൃദയം ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. നമ്മുടെ ജീവിതം ഇന്ന് അവസാനിക്കുകയാണെങ്കിൽ ഞാൻ എവിടെ പോകും, എൻ്റെ ശരീരവും എൻ്റെ ആത്മാവും വേർപെടുമ്പോൾ എൻ്റെ ആത്മാവ് എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ കഴിയണം. ഇതിനു തന്നെയാണ് മോശ പറയുന്നത്, എൻ്റെ ദിവസങ്ങൾ എത്ര ക്ഷണീകമാണ് എന്നുള്ളത് മനസ്സിലാകാനുള്ള ജ്ഞാനമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ. ഈ ഒരു സങ്കീർത്തനം മോശ നിർത്തുന്നതും ദൈവത്തിൻ്റെ കരുണയെ പ്രകീർത്തിച്ചാണ്. തലമുറയായിട്ട് നീ കാരുണ്യവാനാണ്, നിൻ്റെ കരുണ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരുമാറാകട്ടെ, അത് ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മോശ ഈ ഒരു സങ്കീർത്തനം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു 90-ാമത്തെ സങ്കീർത്തനം നിങ്ങളെല്ലാവരും വായിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക. നമ്മുടെ ജീവിതം ക്ഷണീകമാണ് എന്നുള്ളത് ആ ഒരു ചിന്ത നമ്മുടെയൊക്കെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകട്ടെ. ദൈവത്തോട് കൂടെ ദൈവത്തിനായിട്ട് ജീവിക്കട്ടെ. സോ കം fall in love with Jesus and fall in love with the word of God.